നമസ്കാരം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പാർട്ടി പരിപാടികളോടുള്ള ബഹിഷ്കരണം തുടർന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. CPM ജില്ലാ കമ്മിറ്റി പയ്യാമ്പലത്ത് അഴീക്കോടൻ രാഘവൻ്റെ രക്തസാക്ഷി സ്തൂപത്തിൽ നടത്തിയ പുഷ്പാർച്ചന ചടങ്ങിലും EP പങ്കെടുത്തില്ല. ഈ മാസം 9 നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അഴീക്കോടൻ രാഘവൻ അനുസ്മരണത്തിൽ EP പങ്കെടുക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നു എങ്കിലും അദ്ദേഹം എത്തിയില്ല. PK ശ്രീമതിയും P ജയരാജനും MV ജയരാജനുമാണ് പുഷ്പാർച്ചനയിൽ പങ്കെടുത്തത്. എറണാകുളത്ത് MM ലോറൻസിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോകാനുള്ളതിനാലാണ് അഴീക്കോടൻ അനുസ്മരണത്തിന് എത്താതിരുന്നത് എന്നാണ് EP നൽകിയ വിശദീകരണം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പാർട്ടി നടത്തിയ പരിപാടികളിലൊന്നും EP ജയരാജൻ പങ്കെടുത്തിരുന്നില്ല. ആയുർവേദ ചികിത്സയിലായതിനാലാണ് അദ്ദേഹം പരിപാടികളിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് ചടയൻ അനുസ്മരണം ബഹിഷ്കരിച്ചപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നൽകിയ വിശദീകരണം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് ഡൽഹിയിൽ മാത്രമാണ് അദ്ദേഹത്തെ നേതാക്കൾക്കൊപ്പം കണ്ടത്. അതേസമയം പറയാനുള്ളത് അൻവറും പാർട്ടിയുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം EP ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. ഉള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറയുക എന്നതാണ് തങ്ങളുടെ കർത്തവ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ജയരാജൻ്റെ പ്രതികരണം. ഞങ്ങളുടെ ഹൃദയം വിശാലമാണ്. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി ജനങ്ങളോട് പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ അവർ സ്വയം മനസ്സിലാക്കണം. പാർട്ടി അംഗങ്ങൾക്കായിരിക്കും പാർട്ടി അച്ചടക്ക നടപടി. അൻവർ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്നു കഴിഞ്ഞു. പറയാനുള്ളത് അൻവറും പാർട്ടിയുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മാധ്യമങ്ങൾക്ക് എന്തും വ്യാഖ്യാനിക്കാം. പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി അനാവശ്യ വിവാദം ഉണ്ടാക്കാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. അൻവറും മുഖ്യമന്ത്രിയും പാർട്ടിയും നിലപാട് വ്യക്തമാക്കിയതോടെ ആ വിഷയം തീർന്നു. എന്നാൽ ചിലർക്ക് മാത്രം വ്യക്തതയുണ്ടാകില്ല. അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. അവശേഷിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അതിന് വ്യക്തത വരും. എല്ലാവർക്കും അത് ബോധ്യപ്പെടും. എന്നാൽ ബോധ്യപ്പെടാതെ ഉറക്കം നടിച്ചിരിക്കുന്നവർക്ക് എത്ര പറഞ്ഞാലും അത് മനസ്സിലാകില്ല എന്ന കാര്യവും ജയരാജൻ പറഞ്ഞു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം അദ്ദേഹം എല്ലാ പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് വലിയ വാർത്തയായി. എന്നാൽ മാധ്യമങ്ങൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം നടന്നു പോവുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് EP ജയരാജൻ മാറി നിൽക്കുന്നത് പാർട്ടി കണ്ണൂർ ഘടകത്തെ അടക്കം ഒരു വിധത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് പോലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നത് പാർട്ടിയിൽ വലിയ പ്രതിരോധമുണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിലർ വിലയിരുത്തുന്നുമുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അടുത്തു വരുമ്പോൾ EP ജയരാജൻ ഇത്തരത്തിൽ ഒരു വിമുഖത കാണിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ മറ്റ് ഘടകങ്ങളിലേക്ക് കൂടി ഇത് ബാധിക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്.